ഇതൊരു മലേറിയ ആണ്. നമ്മള് ഞങ്ങൾ മണിമല എന്ന് പറഞ്ഞൊരു കുഞ്ഞു നാട്ടിലേക്കുള്ളൊരു യാത്രയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ മണിമലയ്ക്ക് പോയത്. ആൾറെഡി ഇതിന്റെ മോളിൽ നിന്ന് ഒരാൾ 2 വീലറിന് ഇറങ്ങിയാ അടിയൊന്നും പോവില്ല. എടി ഫ്രണ്ടില് ബമ്പർ തട്ടുന്നേ ഇല്ലെന്ന് നമ്മളെത്തി. ഇത് കേറണം സൈലോണ്ട കിടക്കണ്ടില്ല. എടി പക്ഷെ നമ്മുടെ ഫ്രണ്ട് ചിലപ്പോ സീനാവുന്നേ ഇല്ലെന്ന് ആ സൈലോട് ഈ വണ്ടി കയറ്റിയുണ്ടോ? വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലില് ഇവിടെ ഈ നാടൊക്കെ അറിയട്ടെ. രാവിലെ തന്നെ ഇവിടത്തെ കാപ്പിക്കുരു ഉണക്കി പൊടിച്ച് അത് ക്രഷ് ചെയ്തിട്ടുണ്ടാക്കിയ കട്ടൻ കാപ്പീനകത്ത് കുറച്ച് തേനും കൂടി വെച്ചിട്ട് രാവിലെ തന്നെ ഇവിടെ നിന്ന് കഴിക്കണം. ഇത് ജോണി വാക്കർ ഗോൾഡ് ലെവലല്ല, ഇതിനകത്ത് ഹണിയാണ്. ഞങ്ങളെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് എന്തിലും ഹണി അങ്ങോട്ട് ഒഴിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കഴിക്കാറ്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷോട്ട്സ് എടുക്കാറുണ്ട്. ഇതും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ഇട്ടോ ഇല്ലേന്ന് അറിയില്ല, എന്നാലും സ്ഥിരം പറയണ പോലെ ബ്ലാ 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 പറയാം അല്ലേ. യെസ്, ഞങ്ങൾ ആക്ച്വലി ഇന്നുള്ളത് മണിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എവിടെ? കോട്ടയം അല്ലേ? കോട്ടയം പാല മണിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു മലേറിയ ആണ്. നമ്മള് ഞങ്ങളുള്ളത് ഒരു ഹിൽ ഏരിയയിലാണ്. നമ്മൾ ശരിക്കും എറണാകുളം ആണെങ്കിലും അങ്കമാലി ആണെങ്കിലും ഇപ്പൊ പഴയ പോലെ കാടും മലയും കുന്നൊക്കെ വളരെ കുറവാണ്. നമ്മൾ അങ്ങനെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി പലയിടത്തേക്കും വണ്ടി എടുത്ത് പോണ പരിപാടിയല്ലേ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നു. രാത്രി പിന്നെ ഫുള്ള് ഇവിടുത്തെ ചെറിയ ചീവീടിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു സൗണ്ടിലൊക്കെയാണ് നമ്മൾ കിടന്നുറങ്ങിയതൊക്കെ. അപ്പോൾ രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു കാലത്ത് തന്നെ എഴുന്നേറ്റ് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് കുറേ കാലത്തിന് ശേഷം 5:30-6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. ഫുള്ള് കാടാ, അടിപൊളി നൈസ. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കോട. ഇന്നലെ ഒരു 6 മണിയായ സമയത്തൊക്കെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര കോട വന്ന് തുടങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ ഊഹിച്ചു രാവിലെ കോട ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടുത്തെ മേമയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കോട വരാറുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല കോട. അതിൻ്റെ വിഷ്വൽസ് ശരിക്കും ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണിക്കാം. ആ ഒരു സീനറി കാണിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോടയൊക്കെ. ശരിക്കും നമ്മൾ കുറച്ചും കൂടി നേരത്തെ എഴുന്നേക്കാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല നല്ല കോട കാണാം. നമ്മൾ മൂന്നാറും വാഗമണ്ണൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കല്ലക്കൻ സെറ്റപ്പ് കോട. ശരിക്കും ഇവിടെ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വാഗമൺ എത്താം. മിക്കവാറും ഞങ്ങൾ വാഗമൺ പോവും. നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് വാഗമൺ പോയിട്ട് ആ പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നാട്ടിലേക്ക് പോണേ.
പക്ഷെ എന്തായാലും കിടിലാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. ശരിക്കും AC-യുടെ ആവശ്യമില്ല. ഇവർക്ക് രണ്ടുപേർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ്. ഞങ്ങള് ചെറുപ്പം മുതൽ മണിമലയിലൊക്കെ വരുമ്പോ ഞങ്ങൾ ഈ വൈബ് പിടിച്ചേക്കണ കാരണം ഇവരൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പാറക്കെട്ടിന്റെ അവിടെ നിന്ന് ശരിക്കും വെള്ളം വരും. അവിടെയല്ലേ നിങ്ങൾ കുളിച്ചോണ്ടിരുന്നേ? അതൊന്നും ഇവിടെ പറയില്ല. അല്ലേ, ആ വെള്ളം അവിടെയല്ലേ കുളിച്ചോണ്ടിരുന്നേ? ഇവരൊക്കെ അവിടെയാണ് കുളിച്ചോണ്ടിരുന്നത്. അവിടെ ഞങ്ങള് ചെറുപ്പത്തില് മറ്റേ വീടിന്റെ പുറത്ത് കുഞ്ഞി ഷവർ ഉണ്ട്. അപ്പൊ ഞങ്ങള് കുഞ്ഞിതായിരുന്നപ്പോ ഞങ്ങളെല്ലാവരും പുറത്ത് ഷവർ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഒക്കെ കുളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പല്ലേക്കാൻ കിണറ്റിന്റെ അവിടെ പോയിട്ട് നല്ല തണുത്ത വെള്ളം കിണറ്റിന്ന് കോരി അത് വെച്ചിട്ടാണ് വായ കഴിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഓർമ്മ. നമ്മുടെ നാട്ടിൽ ഇപ്പില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വെളുപ്പിന് തന്നെ ഒരു 4 മണി 4:30 ആകുമ്പോ വിറക് വെട്ടാൻ വിറകുന്ന് സോറി നമ്മുടെ റബ്ബർ വെട്ടാൻ വരുന്ന ചേട്ടന്മാര്. ആ റബ്ബർ ഇവിടെ മറ്റേ റബ്ബർ വെട്ടി ടാപ്പിങ് ഒക്കെ ഉണ്ട്. നൈസ്. ഞാൻ വഴി കാണിച്ചു തരാം. ഞങ്ങൾ നടന്നു വന്ന വഴി കാണിച്ചു തരാം. അപ്പൊ നമ്മള് രാവിലെ തന്നെ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പില്ലേ, പുലിക്കല്ലെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പാറ കണ്ടു. അപ്പൊ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരവിടെ നിന്നൊരു കഥ പറഞ്ഞത്. ആ കഥ ഇവള് പറയും. എനിക്ക് സത്യമാണോ പറഞ്ഞൂടെ, ഞങ്ങളെ പറ്റിക്കാൻ പറഞ്ഞതാണോ ശരിക്കും നടന്നതാണോ എന്ന് എനിക്ക് പറഞ്ഞൂടെ. ഒരു പുലിക്കല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലിങ്ങനെ വെറുതെ അവിടെ നിൽക്കണ്ടേ. അപ്പൊ പണ്ട് അതിന്റെ മേളില് കയറാ, അതിന്റെ മുകളിൽ നിന്ന് വ്യൂ കാണുന്ന ഒരു രസമായിരുന്നു. എന്നെ കൊണ്ട് മൊത്തം കയറാൻ പറ്റിയിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. കയറാൻ അത്ര സീനില്ല, ഇറങ്ങാൻ നല്ല പാടാണ്. ഇപ്പൊ കയറുമെന്ന് വെച്ചാൽ കയറില്ല, ഞാൻ കയറ്റാൻ ശ്രമിക്കും. എന്താണ് പുലിക്കല്ലെന്ന് കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞത് മറ്റേ കല്ലിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഗ്യാപ്പ്. ആ ഗ്യാപ്പ് കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ ഏതുവരും പുലി വന്ന് പെറ്റ് കിടക്കും, എന്നിട്ട് പുലികൾ അവിടെയാണ് വളരണേ എന്നൊക്കെയാണ് വളരണേന്ന് ഞാൻ ഇട്ടതാണ്. അവിടെ പുലി പെറും എന്നാണ് ഞാൻ കേട്ടേക്കണത്. പുലി പ്രസവിക്കുന്നത് അവിടെയാണ്. പുലി അവിടെ വന്ന് അവിടെ പ്രസവിച്ച് കുട്ടികളും പുലിയൊക്കെ ആയിട്ട് കുറച്ച് നാൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഒരു ട്രിപ്പ് വിട്ടിട്ട് പോകുന്നതാണ് പറയണേ. ആ കാണുന്നതാണ് പുലിപ്പാറ. അതിന്റെ മുകളിൽ ഇപ്പൊ മൊത്തം കാക്കകളാണ്. എൻ്റെ ബലമായ സംശയം ഈ പുലി അവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിച്ചിട്ട് അതിന്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കണ കാക്കയാണെന്നാണ് എൻ്റെ പേടി. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മൾ ശരിക്കും നമ്മൾ ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യണവരോ നല്ല പ്രൊഫഷണൽസൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ 24/7 ആ ഒരു 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യണവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര ടെൻഷൻ കാരണം നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും കുറച്ചുകൂടി ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ താമസിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ജീവിച്ചിട്ട് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാടിൻ്റെയും ഗ്രാമത്തിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ മറന്നുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമില്ലേ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ പ്രകൃതിയും ഇവിടുത്തെ കിളികളുടെ ശബ്ദവും വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം അതൊക്കെ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ ഭാര്യയും ഇവരൊക്കെ പട കൂടിയിട്ട് ശരിക്കും പറഞ്ഞ് ഒരുമിച്ച് എല്ലാ ദിവസവും രാത്രി ഒരു 8 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ പരിപാടികളൊക്കെ തീർത്തിട്ട് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകും. ടൗണിൽ പോവും. വൈകുന്നേരം രാത്രി സ്പെൻഡ് ചെയ്യും. 10 മണി 11 മണിയൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യും. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഇവിടെ ഒരു ചെറിയ ചായക്കട പോലും നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും ഉള്ളേരിയ. അപ്പം നമുക്ക് ശരിക്കും രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതൊരു കാട് ഏരിയ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ക്ഷുദ്രജീവനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഇറങ്ങാനും പറ്റില്ല, വണ്ടി മാർഗവും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലൈഫ് ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര ഹൈറ്റാണ്. ഇങ്ങനെ കാണുമല്ലോ, ഉരുണ്ടിരിക്കുക. ഈ മലയുടെ മുകളിലേക്ക് എങ്ങനെ കയറുമെന്ന് ഞാൻ ആലോചിക്കണേ. വേറെ വഴി നോക്കണം. എന്താ ചെയ്യാ?
ഗൈസ് നല്ല ആവിയാറണ കപ്പ, ഇന്നലെ വെച്ച മീൻ കറി, ചമ്മന്തി, അച്ചാറ്, തിന്നാനുള്ളൊരു റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരുടെ പള്ളി കാണാൻ വേണ്ടി പോയി. ഒരു കുഞ്ഞു പള്ളി, വളരെ കുറച്ച് കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ്. അപ്പൊ ഒരു ചെറിയ പള്ളിയാണ്, പക്ഷെ അതിങ്ങനെ പൊക്കത്തായിരിക്കണം. അപ്പൊ ഞങ്ങൾ ആ പള്ളിയൊക്കെ കണ്ട് ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇങ്ങനെ ഒരു ഗ്രീനറിയുടെ ഉള്ളിൽ കൂടെ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത ഒരു വഴി കൂടെ ഇങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇതിന്റെ അവസാനം ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള പോലത്തെ ഒരു പുഴയൊക്കെ കാണാം. അടിപൊളിയാണ്, കിടിലം വൈബാണ്. ഇനി നിങ്ങൾ കാണാൻ പോണതാണ് ഗൈസ്. ക്യാമറയിൽ എന്തോരം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ഇനി നടക്കാൻ ഭയങ്കര സുഖം. നടക്കാൻ കുറച്ചിങ്ങനെ ദേഹനങ്ങാത്ത നടന്നിട്ട് കുറച്ച് സുഖക്കേടുണ്ടെങ്കിലും ഈ പച്ച വാർത്തയിലൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര. അതെ, ഇടയ്ക്ക് നമുക്ക് തണുപ്പടിക്കും, ഒരു കുളിർമ വരും, പിന്നെ ഇങ്ങനെ നല്ലൊരു വെയില്, അപ്പോൾ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വിറ്റാമിൻ ഡി ഇങ്ങനെ വരും. അങ്ങനത്തെ ഒക്കെ ഒരു ഫീല് ഭയങ്കര രസമാണ്. പെങ്ങളെ കിട്ടിയ സ്ത്രീധനത്തൊക്കെ തരുമോ അളിയ? പണ്ട് ദുരൂഹമായ കൊലപാതകം നടന്ന വീടാണ് ഗൈസ്. അപ്പോൾ മണിമലയൊക്കെ കൂടിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയാൽ അടിപൊളിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തും കൊടുത്തോളൂ.